എല്ലാവർക്കും പഞ്ചാഗ്നി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു പ്രൊമോയിലെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ അഭിമന്യു നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും പോട്ടെ, നമ്മുടെ അമൃതയോട് ക്ഷമിച്ചേക്കാം എന്നൊക്കെ കരുതി നമ്മുടെ അമൃതയെ ഒന്ന് കാണാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തിലായിട്ട് നമ്മുടെ അഭിമന്യു നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചയോ വീണ്ടും നമ്മുടെ അഭിമന്യുവിന്റെ രക്തം തിളപ്പിക്കുന്ന കാഴ്ച. വേറെ ഒന്നുമില്ല, നമ്മുടെ മഹേന്ദ്രൻ നമ്മുടെ അമൃതയെ തൊട്ടൊരുമി നിൽക്കുക. സാമ്പാർ വിളമ്പാനോ അത് വിളമ്പാനോ എന്നിട്ട് അമൃതയുമായിട്ട് ഇങ്ങനെ മുട്ടിയൊരുമി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ അഭിമന്യു അവിടെ കയറുമ്പോഴത്തേക്കും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഭിമന്യു വീണ്ടും കട്ടക്കലിപ്പായി, പിന്നെയും ആ ഒരു പണ്ടത്തെ അപ്പുറത്തെ 10 ഇരട്ടി ദേഷ്യവും കലിയൊക്കെ ആയി നമ്മുടെ അഭിമന്യുവിന് കേട്ടോ. അപ്പോൾ അമൃതയുടെ കാര്യം എന്താണ് ഏകദേശം തീരുമാനത്തിലായിട്ടുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ അമൃതയും നമ്മുടെ മഹേന്ദ്രനായിട്ട് തൊട്ടി ഒരുമി നിൽക്കുന്ന ഒരു വീഡിയോ ആരാണ്ടൊക്കെ നമ്മുടെ അഖിലയുടെ ഫോണിലോട്ട് അയക്കുന്നുണ്ട്. ഇനി നമ്മുടെ അഭിമന്യു ആണോ അല്ലെങ്കിൽ സുശീലയാണോ എന്നൊന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും ആ ഒരു വീഡിയോ അഖിലയുടെ ഫോണിലേക്ക് വരികയും അഖില ഇവര് ഈ അനിയത്തിമാരിരുന്ന് ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഈ ചേച്ചി എന്താ ഇയാളുമായിട്ട് ഇങ്ങനെ മുട്ടിയൊരുമി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ അഭിമന്യുവിന്റെ അമൃതയുടെ കാര്യത്തിൽ നമ്മുടെ കലാവതി വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അവരുടെ ബന്ധം ഏതാണ്ട് അവസാനിച്ച പോലെ ആയിട്ടുണ്ട്. ഇനിയും നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ ക്ഷമിച്ച് അമൃതയുടെ അടുക്കിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി അതിന് പിന്നാലെ നമ്മുടെ മഹേന്ദ്രൻ നമ്മുടെ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം പെങ്ങന്മാരൊന്നുമില്ലാത്ത തക്കം നോക്കി നമ്മുടെ അമൃതയെ വീണ്ടും ആ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിട്ടുന്ന നേരം നോക്കി കീഴ്പ്പെടുത്താൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ ഒരു വലിയ പ്രശ്നം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും നമ്മുടെ മഹേന്ദ്രന്റെ കാര്യത്തിൽ ചിലപ്പോൾ ആ ദിവസത്തോടുകൂടി തീരുമാനം നമ്മുടെ അമൃതയാക്കും, അല്ലെങ്കിൽ നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ കാര്യത്തിൽ തീരുമാനമാക്കും. ഇതിൽ ഏത് കാര്യമാണ് തീരുമാനത്തിലാകാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കി തന്നെ കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.